മലയാള സിനിമയിലെ മറ്റൊരു സർവകാല ഹിറ്റാണ് ഒതേനൻ്റെ മകൻ. വടക്കൻ പാട്ടിനെ ആധാരമാക്കി ഇറങ്ങിയ ഈ സിനിമയിൽ സത്യൻ, രാഗിണി, ഷീല തുടങ്ങിയ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിരുന്നു. പ്രേംനസീർ ഈ സിനിമയിൽ അമ്പു എന്ന ഒരു കൗമാരക്കാരനെയാണ് അവതരിപ്പിച്ചത്. തച്ചോളി ഒതേനനായി സത്യൻ അരങ്ങു തകർത്തപ്പോൾ മകനായ അമ്പുവുമായുള്ള പോരാട്ടമെല്ലാം അക്കാലത്ത് പ്രേക്ഷകരെയാകെ ആവേശഭരിതമാക്കിയിരുന്നു. 70-ൽ തന്നെ ഇറങ്ങിയ മറ്റൊരു ചിത്രമാണ് ഗന്ധർവ ക്ഷേത്രം. ഇതിൽ ഏതാനും രംഗങ്ങൾ മാത്രമേ പ്രേംനസീർ അഭിനയിച്ചുള്ളൂ, അതും ചില ഗാനരംഗങ്ങൾ. ആ ഗാനരംഗങ്ങളിൽ ഗന്ധർവനായാണ് പ്രേംനസീർ വരുന്നത്. അങ്ങനെ ഗന്ധർവ രൂപത്തിൽ വന്ന് പ്രേക്ഷകരുടെ മനം മയക്കിയ കഥാപാത്രമായിരുന്നു അതിൽ പ്രേംനസീർ അവതരിപ്പിച്ച ഗന്ധർവൻ. 1972 ആയപ്പോഴേക്കും കുഞ്ചാക്കോ വീണ്ടും മറ്റൊരു വടക്കൻ പാട്ട് കഥയുമായി വന്നു, ആരോമലുണ്ണി. ഇതിൽ പ്രേംനസീർ 2 കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത്, കുഞ്ഞിരാമനും അതേപോലെ ആരോമലുണ്ണിയും. വ്യത്യസ്തങ്ങളായ ഈ 2 വേഷങ്ങളും പ്രേംനസീർ അവതരിപ്പിച്ചപ്പോൾ ഒരു വൻ വിജയം തന്നെയാണ് ഈ സിനിമയ്ക്ക് പ്രേക്ഷകർ കൊടുത്തത്. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു 1973 പുറത്തിറങ്ങിയ പൊന്നാപുരം കോട്ട എന്ന സിനിമയ്ക്ക്. അതിലെ നായികയായ വിജയശ്രീയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും ആരോപണങ്ങളെല്ലാം ഈ സിനിമയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രേംനസീർ അവതരിപ്പിച്ച കഥാപാത്രവും പ്രേംനസീറും വിജയശ്രീയും തമ്മിലുള്ള ഗാനരംഗങ്ങളുമെല്ലാം തന്നെ ഇന്നും നമ്മുടെ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വർഷം തന്നെയാണ് കുഞ്ചാക്കോ തുമ്പോലാർച്ച എന്ന സിനിമ ഇറക്കിയത്. അതിൽ പ്രേംനസീർ ആരോമൽ ചേകവറായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നായികയായി ഷീല ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നത് അന്ന് വലിയൊരു വാർത്തയായിരുന്നു. അതുവരെ മുഖ്യമായും കുഞ്ചാക്കോയും ഉദയ സ്റ്റുഡിയോയും ഒക്കെയായിരുന്നു ഇങ്ങനെയുള്ള വടക്കൻ പാട്ട് സിനിമകളുടെയൊക്കെ നിർമ്മാതാക്കൾ. എന്നാൽ ആ വർഷം തന്നെ 1973 പി ഭാസ്കരൻ ആദ്യമായി ഒരു വടക്കൻ പാട്ട് സിനിമ സംവിധാനം ചെയ്തു. അതിൻ്റെ പേര് തച്ചോളി മരുമകൻ ചന്തു എന്നാണ്. പ്രശസ്ത നടനായ എൻ ഗോവിന്ദൻകുട്ടി തിരക്കഥ എഴുതിയ ഈ സിനിമ കുഞ്ചാക്കോയുടെ വടക്കൻ പാട്ട് സിനിമകളുടെ അതേ ശൈലി തന്നെയാണ് അനുവർത്തിച്ചു പോകുന്നത്. തുമ്പോലാർച്ചയുടെ അത്ര വിജയം വരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സിനിമയും അക്കാലത്ത് ഒരു ഹിറ്റ് സിനിമ തന്നെയായിരുന്നു. 2 വർഷം കഴിഞ്ഞ് 1975 അക്കാലത്തെ പ്രശസ്ത സംവിധായകനായ ജെ ശശികുമാർ പ്രേംനസീറിനെ നായകനാക്കിയത് വടക്കൻ പാട്ടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അറേബ്യൻ കഥകളിലെ നായകനായിട്ടാണ്. ആലിബാബയും 41 കള്ളന്മാരും എന്ന പേരിൽ അദ്ദേഹം ഇറക്കിയ സിനിമയിൽ നായകനായ ആലിബാബയായി പ്രേംനസീർ വന്ന് അരങ്ങു തകർത്തു. ജയഭാരതിയായിരുന്നു നായിക. അതിലെ റംസാനിലെ ചന്ദ്രികയോ എന്ന ആ ഗാനമെല്ലാം ഇന്നും എന്നും ഒരു സൂപ്പർ ഹിറ്റ് തന്നെയാണ്. ഈസ്റ്റ്മാൻ കളറിൽ പുറത്തിറക്കിയ ആ സിനിമയിലെ ആ ഗാനരംഗമെല്ലാം ഇന്നും കാണുമ്പോൾ വെള്ളിത്തിരയിലെ പ്രണയവിസ്മയങ്ങളായ പ്രേംനസീറിനെയും ജയഭാരതിയെയും നാം കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു പോകും. 76-ൽ ശശികുമാർ തന്നെ വീണ്ടും ഒരു ചരിത്ര സിനിമയുമായി പ്രേക്ഷകരുടെ മുന്നിലെത്തി. കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്നാണ് അതിൻ്റെ പേര്. ചരിത്രവുമായി വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും ഒരു കായംകുളം കൊച്ചുണ്ണി എന്ന ചരിത്ര കഥാപാത്രത്തെ അധികരിച്ച് അദ്ദേഹം സംവിധാനം ചെയ്ത ആ സിനിമയിലെയും നായകനായി വന്നത് പ്രേംനസീറായിരുന്നു. മുമ്പ് കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ കായംകുളം കൊച്ചുണ്ണിയെ അഭിനയിച്ച് പ്രേക്ഷകരെ സത്യൻ കീഴടക്കിയിരുന്നെങ്കിൽ പിന്നീട് കായംകുളം കൊച്ചുണ്ണിയുടെ മകനായി പ്രേംനസീർ വന്നപ്പോഴും അത് വലിയൊരു ഹിറ്റ് തന്നെയായി മാറി. 77-ൽ പുറത്തിറങ്ങിയ കണ്ണപ്പനുണ്ണി പ്രേംനസീറിൻ്റെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി ഇന്നും കരുതപ്പെടുന്നു. 2 വേഷങ്ങളാണ് പ്രേംനസീർ ആ സിനിമയിൽ ചെയ്തത്. ഒന്ന് ഒരു മരം വെട്ടുകാരനായും മറ്റൊന്ന് ആരോമൽ ചേകവറായും. കണ്ണപ്പനുണ്ണി പുറത്തു വന്നപ്പോഴേക്കും കുഞ്ചാക്കോ അന്തരിച്ചിരുന്നു. മലയാള സിനിമയിലെ വലിയൊരു യുഗത്തിന് അന്ത്യമായിരുന്നു അത്. കുഞ്ചാക്കോയുടെ മരണം വടക്കൻ പാട്ട് സിനിമകളുടെയും അവസാനമായിരിക്കുമെന്ന് പലരും കരുതിയെങ്കിലും അടുത്ത വർഷം തന്നെ ആ കുടുംബത്തിലെ അപ്പച്ചൻ നവോദയയുടെ ബാനറിൽ മറ്റൊരു വടക്കൻ പാട്ട് ചിത്രവുമായി പ്രേക്ഷകരുടെ മുന്നിലെത്തി. അതാണ് തച്ചോളി അമ്പു. ഒരുപാട് സവിശേഷതകളുണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം എന്നുള്ളതായിരുന്നു. പ്രേംനസീറിനെ കൂടാതെ അതിൽ തമിഴിലെ ശിവാജി ഗണേശനും എം.എൻ. നമ്പ്യാരുമെല്ലാം അണിനിരന്നപ്പോൾ നായികയായി ഉണ്ണിമേരിയും ജയനെ പോലെയുള്ള അക്കാലത്തെ പുതിയ താരത്തുടക്കങ്ങളുമെല്ലാം ഈ സിനിമയുടെ ഭാഗമായി മാറി. ഇതും ഒരു വൻ വിജയം തന്നെയായിരുന്നു. പിന്നീട് അപ്പച്ചൻ തന്നെ സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ കടത്തനാട്ട് മാക്കം പുറത്തിറങ്ങി. അതിൽ പ്രേംനസീറിനോടൊപ്പം നായികയായി മാക്കമായി ഷീല വന്നു.
പ്രേംനസീർ 2 കഥാപാത്രങ്ങളെയാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചത്. വടക്കൻ പാട്ട് സിനിമകളുടെ സ്ഥിരം തിരക്കഥാകൃത്തായ ശാരംഗപാണിയുടെ തന്നെയായിരുന്നു ഈ സിനിമയുടെയും തിരക്കഥ. 79-ലാണ് മറ്റൊരു സിനിമാസ്കോപ്പ് ചിത്രമായ മാമാങ്കം പുറത്തിറങ്ങിയത്. മാമാങ്ക ചരിത്രത്തെ അധികരിച്ചുകൊണ്ടുള്ള ആ സിനിമ സംവിധാനം ചെയ്തതും നവോദയ അപ്പച്ചൻ തന്നെയായിരുന്നു. പ്രേംനസീർ ഇതിൽ കൗമാരക്കാരനായ ചാവേറായ ചന്തുണ്ണിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നീട് 80-ലാണ് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ചരിത്ര സിനിമയെന്നോ ഫോക്ലോർ സിനിമയെന്നോ ഒക്കെ പറയാവുന്ന പടയോട്ടം പുറത്തിറങ്ങിയത്. ഇത് മലയാളത്തിലെ ആദ്യത്തെ 70mm സ്റ്റീരിയോഫോണിക് സിനിമയായിരുന്നു. മലയാള സിനിമ 15-20 ലക്ഷം രൂപ കൊണ്ട് പുറത്തിറങ്ങുന്ന അക്കാലത്ത് ഏകദേശം 1 കോടിയോളം ചെലവ് വരുന്ന ഒരു സിനിമയായിരുന്നു പടയോട്ടം. അതുവരെ ഒരുപാട് ചരിത്ര പുരാണ ഫോക്ലോർ സിനിമകളിലെല്ലാം പ്രേംനസീർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ എന്നും ഓർമ്മിക്കത്തക്ക ഒരു കഥാപാത്രത്തെ കൊടുത്ത സിനിമയായി മാറി. ശബ്ദവിന്യാസത്തിലെ നിയന്ത്രണവും നിയന്ത്രിതമായ അഭിനയ രീതിയും വാക്കുകളേക്കാൾ ആഴമുള്ള മൗനവും കെടാത്ത പ്രതികാരത്തിൻ്റെ തീയുമായെല്ലാം പ്രേംനസീർ ഇതിൽ കഥാപാത്രമായപ്പോൾ അത് പ്രേംനസീറിൻ്റെ ആരാധകർക്ക് എന്നും ഓർത്തു വെക്കാവുന്ന ഒരു സിനിമയായി മാറി. പിന്നീട് മലയാളത്തിൽ വടക്കൻ പാട്ട് സിനിമകളൊന്നും അധികമൊന്നും വന്നിട്ടില്ല. ഒരു പരിധിവരെ പ്രേംനസീറിൻ്റെ കൂടി വരുന്ന പ്രായം അതിന് കാരണമായേക്കാം. എന്നാൽ 1982-ൽ പി സുരേഷ് പുറത്തിറക്കിയ ശ്രീ അയ്യപ്പനും വാവരും എന്ന സിനിമയിൽ പ്രേംനസീർ വാവരായിട്ടാണ് 83-ൽ ജെ ശശികുമാർ മഹാബലി എന്ന സിനിമ പുറത്തിറക്കിയപ്പോൾ പ്രേംനസീർ അതിലെ മഹാബലിയായി മാറി. പിന്നീട് 84-ൽ NP സുരേഷ് വീണ്ടും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന ഭക്തിസാന്ദ്രമായ ഒരു കഥയ്ക്ക് സിനിമാ രൂപം നൽകിയപ്പോൾ പ്രേംനസീർ വന്നത് ആ സിനിമയിൽ കൃഷ്ണഭക്തനായ പൂന്താനമായിട്ടാണ്. 84-ൽ തന്നെ NP സുരേഷ് കടമറ്റ തച്ചൻ എന്ന ഒരു ഹൊറർ സിനിമ സംവിധാനം ചെയ്തപ്പോൾ പ്രേംനസീർ കടമറ്റ തച്ചനായി ആ സിനിമയിൽ പ്രേക്ഷകരെ കയ്യിലെടുത്തു. NP സുരേഷ് തന്നെ ആ വർഷം അമ്മേ നാരായണ എന്ന സിനിമയും പുറത്തിറക്കി. അതിൽ പ്രേംനസീർ 3 വേഷങ്ങളാണ് ചെയ്തത്. വേടനായും സേനാപതിയായും വില്യമംഗലം സ്വാമികളുമായും പ്രേംനസീർ അതിൽ അരങ്ങു തകർത്തു. മലയാള സിനിമയിൽ പിന്നീട് ഹരിഹരനും MTയും മമ്മൂട്ടിയും ചേർന്ന് വടക്കൻ വീരഗാഥ പുറത്തിറക്കിയപ്പോൾ അതുവരെ വടക്കൻ സിനിമകളുടെ എല്ലാം കേന്ദ്രബിന്ദുവായ വിജയരഹസ്യമായ പ്രേംനസീറിന് ഒരു വേഷമില്ലായിരുന്നു അതിൽ ചെയ്യാൻ. എന്നാൽ പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച കടത്തനാടൻ അമ്മാടി എന്ന സിനിമയിൽ പയ്യമ്പള്ളി ചന്തുഗുരുക്കളായി പ്രേംനസീർ അരങ്ങു തകർത്തു. പക്ഷേ ആ സിനിമ പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രേംനസീർ നമ്മോട് വിട പറഞ്ഞിരുന്നു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് വേഷങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അവസാനം എല്ലാ വേഷവും അഴിച്ചുവെച്ച് പ്രേംനസീർ യാത്രയായപ്പോൾ തൻ്റെ മരണശേഷവും പ്രേക്ഷകനായി മറ്റൊരു വടക്കൻ പാട്ട് സിനിമ കൂടി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.